നമുക്കിന്നേ തോരനുണ്ടാക്കുന്നത് മത്തൻ്റെ ഇല ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് മത്തനില വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, നല്ല തളിരില നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ചെറിയ തണ്ടും ഇലയൊക്കെ കൂടെ ചെറിയ കുനുകുനായിട്ട് അരിഞ്ഞത്. പിന്നെ മഞ്ഞൾ, ഉപ്പ്, ജീരകം, തേങ്ങ ഇതൊക്കെ കൂട്ടി തിരുമ്മി വെച്ചതാണ് കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം തിരുമ്മി വയ്ക്കുക. എന്നിട്ട് നമ്മളിനി വറവിടുക, അത്രയേ ഉള്ളൂ. തോരൻ എളുപ്പമാണ്, നല്ല ഹെൽത്തിയാണ്, അത്യാവശ്യം നല്ല ഫൈബർ റിച്ച് ആണ്. പിന്നെ നമ്മൾ മത്തൻ്റെ ഇലയൊക്കെ നല്ലോണം വീട്ടിലെല്ലായിടത്തും ഉണ്ടാവുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് ഇലക്കറികളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ചേർക്കാവുന്നൊരു ഐറ്റമാണ് കേട്ടോ. സാധനങ്ങൾ ഇനി വറവിടാൻ വേണ്ടത് കടുക് വേണം, പിന്നെ വറ്റൽമുളക് വേണം, പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തത് വേണം, പിന്നെ ചുമന്ന അരി ഉണ്ടാവില്ലേ, അതാണ് നല്ലത്. ഇപ്പം നമുക്ക് ചുമന്ന അരി ഇവിടെ ഇല്ല. ഇവിടെ സാധാരണ ഈ മെലിഞ്ഞ ഇത് റേഷൻ്റെ അരിയാണ് കേട്ടോ. ഈ വെളുത്ത അരിയാണ്. ഇത് കുറച്ച് ഇത് മൂത്തിൽ അത് കടിക്കാൻ കിട്ടുന്ന ടേസ്റ്റാണ്, അപ്പോൾ അതും ചേർക്കുക. അപ്പം നമ്മൾ സാധാരണ പോലെ തന്നെ പാത്രം ചൂടാവുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാവുന്ന സമയത്ത് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട് കേട്ടോ, എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ മുളകിടുക, വെളുത്തുള്ളി ഇടാം. ഈ മത്തനില എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പോൾ മത്തങ്ങയൊക്കെ നമ്മുടെ തൊടിയിൽ എപ്പോഴും ഉണ്ടാവുന്നതാണല്ലോ. മിക്കവാറും നമ്മളിപ്പോൾ ഒരു മത്തൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുരു പൊതുവെ കളയും. മത്തൻ്റെ കുരു അതുപോലെ മത്തൻ അതിൻ്റെ ഇല എല്ലാം ഉപയോഗിക്കാവുന്ന കറികളിലേക്ക് കേട്ടോ. നമുക്കിപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് നമ്മൾ പുതിയ പുതിയ ഫുഡ് ഹാബിറ്റ്സ് ശീലിക്കുന്നുണ്ടാണ്. പിന്നെ നമ്മുടെ സ്ട്രെസ്സും ഉണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള നമ്മളുടെ നാച്ചുറലി കിട്ടുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോൾ മത്തനിലയിലാണെങ്കിൽ ഇപ്പോൾ വൈറ്റമിൻസ് സമ്പുഷ്ടമാണ്. എയും സിയും നല്ലപോലെയുണ്ട്. നമ്മുടെ കണ്ണിനാണെങ്കിലും നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മുടെ ഒരു മുറിവ് വന്നതിൻ്റെ വാടുകൾ മാറാൻ വേണ്ടിയിട്ടാണെങ്കിലും പുറത്തുനിന്ന് നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് തേക്കുന്നതിനേക്കാളും ഇതൊക്കെ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ വളരെ നല്ലതാണ്. പിന്നെ കാൽസ്യം അയൺ സമ്പുഷ്ടമാണ് മത്തനില എന്ന് പറയുന്നത്. അപ്പം നല്ല ഉറക്കത്തിനും എല്ലാ വർഗ്ഗങ്ങളൊക്കെ ചേർക്കുകയാണെങ്കിൽ ശോധനയ്ക്ക്, ഇപ്പോൾ കോൺസ്റ്റിപ്പേഷനൊക്കെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടാണ്. രാവിലെ ഒന്ന് ഭക്ഷണത്തിൻ്റെ ഇടയിൽ ഈ കാര്യം പറയുന്നു എന്ന് കരുതരുത്. ഭക്ഷണം തന്നെയാണ് പല കാര്യങ്ങളുടെയും ഒരു തുടക്കം, പ്രശ്നങ്ങളുടെയും തുടക്കം. തെറ്റായ രീതികൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ശരിയായിട്ടുള്ളതിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതേ വഴിയുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് തൊടിയിൽ തന്നെ ഒരു 10 മത്തനില മുറിച്ചെടുക്കാനായിട്ടൊരു 5 മിനിറ്റ് നേരം പോലും വേണ്ട. എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ളൊരു TV കാണുമ്പോഴോ ചാനൽ കാണുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ പരസ്യ സമയത്തോ എപ്പോഴെങ്കിലും ഒന്ന് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അരിഞ്ഞ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു നേരമെങ്കിലും നിങ്ങളൊരു തോരൻ, ഏതെങ്കിലും ഒരു തോരൻ ഉൾപ്പെടുത്തുക. അതിൽ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള വിലയൊന്ന് കുക്ക് ചെയ്യുക, പോർഷൻ നല്ലപോലെ ശ്രദ്ധിച്ച് കഴിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇടുവാണ്. നല്ലപോലെ നമ്മളുടെ മൂത്ത ആ ഒരു ഇതുണ്ടല്ലോ, എണ്ണയുടെ മിക്സ് ഉണ്ടല്ലോ, അത് നല്ലപോലെ മത്തനിലേക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും വരുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക. തീ കുറച്ചാണ് ഇട്ടേക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് വെള്ളമൊക്കെ കുറവായ കാരണം കരിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ തീ എപ്പോഴും നമ്മൾ കൺട്രോളിൽ വെക്കുക. ഒരു ഇച്ചിരി വെള്ളം കേട്ടോ, ഇതിപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. അതൊന്ന് ആക്കി കൊടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ആ മത്തനിലയുടെയും തേങ്ങയും ജീരകവും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു മണം പരത്തുന്നുണ്ട്. ഈ മണങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ്. ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ മണം വന്നിട്ടുണ്ടോ, അതൊക്കെ ഒരു മൈൽ സ്റ്റോണിലാണ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ. ഈ മണമാണോ വന്നത്, ആ ടേസ്റ്റാണോ വന്നത് എന്നുള്ളതൊക്കെ, ഈ വേവാണോ വന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു മൈൽ സ്റ്റോൺസാണ് ഈ സ്മെല്ലുകൾ ഒക്കെ പറയുന്നത്. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന വേണം.
ഒക്കെ സിമ്പിളായിട്ടുള്ളതാണ്. നമ്മുടെ മക്കളുടെ ഫുഡിലൊക്കെ കുറച്ച് തീരെ തോരൻ കഴിക്കാത്തവർക്ക് ഒരു സ്പൂണൊക്കെ കഴിക്കാനായിട്ട് നിർബന്ധിക്കുക. ഇപ്പോൾ വെക്കേഷൻ തുടങ്ങുമല്ലോ. വെക്കേഷൻ തുടങ്ങുമ്പോൾ മിക്കവാറും പാരൻസ് മക്കൾക്കിപ്പോൾ പുതിയ കോഴ്സുകൾ, ഇപ്പോൾ വെക്കേഷന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പല കോഴ്സുകളുടെയും പരസ്യങ്ങളും പിന്നെ അങ്ങനെയുള്ള ആളുകൾ നമ്മളെ വിളിക്കുകയും ചെയ്യുമല്ലോ. ഇന്ന കോഴ്സ് ഉണ്ട്, മക്കളെ ചേർക്കണം, നല്ലതാണ്, കുട്ടികളെ വളർച്ചയിലേക്ക് ഉയരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പാരൻസ് ഇതിൻ്റെ പുറകെ പോകും. നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ആ കുട്ടികൾ നല്ല ഉയരത്തിലേക്ക് പോകണം, പട്ടം മറുകുന്ന പോലെ. പക്ഷെ ആ പട്ടത്തിൻ്റെ ഒക്കെ ചരട് നമ്മുടെ കയ്യിൽ വേണം, നമ്മൾ ഉറപ്പ് വരുത്തണം. മക്കളെ കുക്കിങ്ങിലൊക്കെ കൂടെ നിർത്താം. ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ചായ ആക്കാൻ അവർക്ക് അറിഞ്ഞിരിക്കണം. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. ഈ വെക്കേഷനിൽ കുറച്ച് സമയമെങ്കിലും അവർ നിങ്ങളുടെ ഒപ്പം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. മക്കളുടെ വളർച്ച ഏതുവരെ ആയി എന്നുള്ളത് നിങ്ങളും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇപ്പോഴത്തെ പല പത്രവാർത്തകളും അല്ലെങ്കിൽ ന്യൂസ് തുറന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇത് മക്കൾ ഇങ്ങനെയൊക്കെ ആയിപ്പോകുന്നത് പാരൻസ് അറിയുന്നില്ല. നമ്മൾ തിരക്കിലാണ്, ശരിയാണ്. നമുക്ക് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുക അല്ലെങ്കിൽ അവർക്ക് പുതിയ സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടപ്പാച്ചിലിൽ തന്നെയാണ്. പക്ഷെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുത്തു വരുമ്പോൾ ഇത് അനുഭവിക്കേണ്ട ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് മക്കളുടെ വളർച്ച കണ്ടറിയണം പാരൻസ്. അവരോട് സംസാരിക്കണം. അവർ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ എന്താണെന്ന് മുഴുവനായിട്ട് അവർ അറിയണം. അതിനുള്ള പ്രായമായിട്ടുണ്ടെങ്കിൽ ഓരോ അവസ്ഥയിലും നമ്മളെങ്ങനെ വളർന്നതെന്ന് ആലോചിക്കുക. നമ്മുടെ കഷ്ടപ്പാട് മക്കളെ അറിയിക്കരുത് എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടൊന്നും എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോൾ അനുഭവിക്കരുത്. സുഖമായിട്ടിരിക്കണം, മക്കൾ സുഖമായിട്ടിരിക്കണം. പക്ഷെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ചിലയിടത്തുനിന്നൊക്കെ ഡിനയിൽ കിട്ടും. ചിലയിടത്തൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യം നടക്കില്ല. ഒരു ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് വെയിറ്റ് ചെയ്താലൊക്കെ നടക്കുള്ളൂ എന്നുള്ളത് അവർ മനസ്സിലാക്കണം. അപ്പം അതിന് പ്രാപ്തരാക്കണം നമ്മൾ. അല്ലെങ്കിൽ നമ്മളെല്ലാം നടത്തി കൊടുത്ത് എല്ലാം ചെയ്തു കൊടുത്തിട്ടേ എവിടെന്നെങ്കിലും ഒരു ഡിനയിൽ വരുന്ന സമയത്ത് ഇവരങ്ങ് തകർന്നു പോയി ഇവരെന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ പിന്നെ നമ്മൾ പിന്നെ എന്തിനാ ജീവിക്കണം. അപ്പം നമ്മുടെ മത്തനില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ലപോലെ തോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പിംഗ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനിലോട്ടൊക്കെ എത്തണമെങ്കിൽ 1000 പേരെങ്കിലും തികയണം. നമ്മൾ വേറെ 100-ലൊക്കെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അതുപോലെ ഞങ്ങളുടെ സിമ്പിളായിട്ടുള്ള ഈസി റെസിപ്പീസാണ്. പരമാവധി ലെങ്ത്ത് കുറച്ച് ഇടുന്നുണ്ട്. ഇന്ന് കുറച്ച് ബ്ലാ 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 പറഞ്ഞു, അതിൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്. പറഞ്ഞ് പറ്റുമെന്ന് തോന്നിയിട്ട് പറഞ്ഞതാണ്. ഒരാളെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, അവരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു ഇൻ അനദർ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യണേ.